പോലീസ് അതിക്രമത്തിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും നടപടിയില്ല. തൊടുപുഴ സ്വദേശിയായ ബിലാൽ സമദിനാണ് കാഴ്ച നഷ്ടമായത്. യൂത്ത് കോൺഗ്രസ് സമരത്തിനിടെ 2022 സംഭവം നടന്നത്. ഇടുക്കി AR ക്യാമ്പിലെ പോലീസുകാരനായിരുന്നു അജിൻ DD. ഇദ്ദേഹമാണ് ലാത്തികൊണ്ട് യുവാവിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചത്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ നൽകിയ പരാതിയിൽ അജിനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നിട്ടും നടപടി ഉണ്ടായില്ല. ജനം TV ഈ വാർത്ത ബ്രേക്ക് ചെയ്യുകയാണ്. എന്തായാലും ആദ്യം ആ പ്രതികരണം ഒന്ന് കാണാം. 2022 ജൂൺ 14 എന്റെ ഇടത് കണ്ണിന് പരിക്കേറ്റത്. അതിനുശേഷം നമ്മൾ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിനെയും മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ അതോറിറ്റികളെ സമീപിച്ചിരുന്നു. ഇപ്പൊ നിലവിൽ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ഈ കഴിഞ്ഞ മാർച്ച് 20 ഈ കുറ്റക്കാരനായിട്ടുള്ള കണ്ണിനടിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ കാരണക്കാരനായിട്ടുള്ള അന്നത്തെ AR ക്യാമ്പിൽ ഇടുക്കി AR ക്യാമ്പിൽ ജോലി ചെയ്ത ഒരു തിരുവനന്തപുരംകാരൻ അജിൻ DDക്കെതിരെ കർശനമായിട്ട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി SP ഓർഡർ ഇറക്കിയായിരുന്നു. പക്ഷെ ഇതുവരെ 5 മാസം ആയിട്ടുണ്ട് കഴിഞ്ഞു, ഇതുവരെ ഒരു തരത്തിലുമുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ആണ് ചേരുന്നത്. സുബിൻ, വളരെ ഗുരുതരമായ ഒരു പരാതിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഈ അജിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന നിർദ്ദേശം വന്നിരുന്നു, പക്ഷേ നടപടി ഉണ്ടായില്ല. എന്ത് ന്യായീകരണമാണ് ഇതിനവർ നിരത്തുന്നത്? ഇപ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഈ പരാതിക്കാരനായിട്ടുള്ള ബിലാൽ പറയുന്നത് 2022 ഈ ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം 3 വർഷം പിന്നിടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ പരാതിയിന്മേൽ യാതൊരു നടപടിയും എടുക്കാൻ ജില്ലാ പോലീസ് മേധാവിയോ അല്ലെങ്കിൽ പോലീസ് വകുപ്പോ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് പൂർണ്ണമായും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് അത്രമാത്രം അക്രമാസകമായി അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ആളുകളുടെ അടുത്ത് പെരുമാറുന്നു, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ അടുത്ത് പെരുമാറുന്നു, അല്ലെങ്കിൽ യുവ നേതാക്കൾക്കെതിരെ പെരുമാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ബിലാൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തകനാണ്, തൊടുപുഴയിലെ സജീവ പ്രവർത്തകനാണ് ബിലാൽ. 2022 ജൂൺ മാസത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് CPM മാത്യു, DCC പ്രസിഡന്റാണുള്ള CPM മാത്യുവിനെ CPMന്റെ ചില പ്രവർത്തകർ റോഡിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഈ പ്രതിഷേധത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു ലാത്തി ചാർജിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും ലാത്തി ചാർജിൽ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ശരീരഭാഗത്തിന്റെ അപകടമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ അടിക്കരുത് അല്ലെങ്കിൽ മർദ്ദിക്കരുത് എന്നുള്ള ഒരു വ്യവസ്ഥ നിലനിൽക്കുകയാണ്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു മർദ്ദനം നടന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ബിലാലിന്റെ. ആ സമയത്ത് 21ഓളം സ്റ്റിച്ചുകളാണ് കണ്ണിന് ഏറ്റിരുന്നത്. ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിനുശേഷം നിയമ പോരാട്ടവുമായി ബിലാൽ മുമ്പോട്ട് പോവുകയും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2025 മാർച്ച് മാസം ഈ ആരോപണ വിധേയനായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ബിലാലിനെ ക്രൂരമായി മർദ്ദിച്ച് കണ്ണടിച്ച് പൊട്ടിച്ച ഇടുക്കി AR ക്യാമ്പിലെ അന്നത്തെ ഉദ്യോഗസ്ഥനായിരുന്ന അജിൻ DDക്കെതിരെ വകുപ്പുകൾ നടപടിയെടുക്കണമെന്ന് ഇടുക്കി SP ശുപാർശ ചെയ്തത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. പക്ഷേ 5 മാസം പിന്നിടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയിലേക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്യോഗസ്ഥർ വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. 5 മാസമായിട്ടും ഈ ഒരു നടപടി അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ പോലും നൽകാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. എന്തായാലും നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ബിലാൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ കോടതിയെ ബിലാൽ സമീപിച്ചിട്ടുണ്ട്. കൂടാതെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ വീണ്ടും സമീപിക്കാൻ ബിലാൽ തീരുമാനിച്ചിട്ടുമുണ്ട്. ഏതായാലും പോലീസ് അതിക്രമങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ഇരയായി ഇടുക്കിയിൽ നിന്നും ബിലാലുണ്ട്. അതുപോലെ തന്നെ സമാനമായ നിരവധി ആളുകൾ ഇത്തരത്തിൽ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതും ബിലാൽ പറയുന്നു. പലപ്പോഴും ഈ ലാത്തി ചാർജുകൾ നടക്കുമ്പോൾ ആളുകളെ നോട്ടമിട്ട് വെച്ചുകൊണ്ട് വ്യക്തിവൈരാഗ്യം തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അടിക്കുന്ന ഉദ്യോഗസ്ഥർ വരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെ ഉള്ള മർദ്ദനങ്ങളിലാണ് ഇത്തരത്തിൽ ക്രൂരമായി ഇവർക്ക് മർദ്ദനമേൽക്കുകയും ഇത്തരത്തിൽ ഗുരുതരമായ അപകടങ്ങളും പരിക്കുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ പരിക്കുണ്ടാകുമ്പോഴും ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുകയും അവരെ സംരക്ഷിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പോലീസ് നിലപാട് അല്ലെങ്കിൽ പോലീസിന്റെ ഒരു നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായുള്ളത്. അത് ഇടുക്കിയിലും അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായുണ്ട്. ഈ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതായുണ്ട്. ഇത് കുഞ്ഞു മുമ്പോട്ടും ലാത്തിച്ചാർജുകൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടപെടൽ നടത്താൻ പോലീസ് തയ്യാറാകണം. അത് പൊതുജനം ഒന്നാകെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എപ്പോഴും മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന പോലീസുകാർ ഉള്ളിടത്തോളം കാലം ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ പോലീസിന്റെ ആക്രമണത്തിന് ഇരയാകുമെന്നുള്ളതാണ് വസ്തുത.
സുബിൻ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ പോലീസിന്റെ അതിക്രമം ഉണ്ടാകുന്നത് 2022-ലാണ്. അദ്ദേഹത്തിന്റെ 2 കണ്ണുകൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ടോ, അതോ ഏത് കണ്ണിനാണ് പരിക്ക് പറ്റിയത്? അതോടൊപ്പം തന്നെ ഇപ്പോഴും അദ്ദേഹം, അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ അജിൻ, അദ്ദേഹം ഇപ്പോഴും ഇടുക്കിയിലെ എയർ ക്യാമ്പിൽ തന്നെ തുടരുകയാണോ? ഈ മർദ്ദനത്തിൽ പോലീസ് ലാത്തിച്ചാർജിലാണ് ഈ കണ്ണിന് പരിക്കേൽക്കുന്നത്. ഇടത് കണ്ണിനാണ്, ഒരു കണ്ണിന് മാത്രമാണ് പരിക്കേറ്റത്. ഈ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ബിലാലിന്റെ ആ ഒരു കണ്ണിന് ഇപ്പോൾ പൂർണ്ണമായും കാഴ്ചയില്ല എന്നുള്ളതാണ് വസ്തുത. 21ഓളം സ്റ്റിച്ചുകളാണ് ബിലാലിന്റെ ആ ഒരു കണ്ണിന് മാത്രം, ഈ ലാത്തിച്ചാർജ് കൊണ്ടുണ്ടായ പരിക്കിൽ 21 സ്റ്റിച്ചുകളാണ് ആ കണ്ണിന് മാത്രം ഉണ്ടായിരുന്നത്. അങ്ങനെ ബിലാലിന്റെ ആ ഒരു കണ്ണിന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കണ്ണിന്റെ കാഴ്ച കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നത്. ഒരു ബാങ്കിൽ ഒരു ക്ലർക്കായി ജോലി ചെയ്തു, ക്ഷമിക്കണം, പിയൂണായി ജോലി ചെയ്താണ് അദ്ദേഹം തന്റെ കുടുംബം പുലർത്തുകയും മുമ്പോട്ട് പോകുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു നിയമ നടപടികളുമായി അദ്ദേഹം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നിലവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തി തിരുവനന്തപുരം സ്വദേശിയാണ്. എയർ ക്യാമ്പിൽ നിന്ന് മാറി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരു സ്റ്റേഷനിൽ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബിലാൽ പറയുന്ന പ്രകാരം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച ഒരു സ്റ്റേഷനിലാണ് നിലവിൽ ഈ അജിൻ TD ജോലി ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കൃത്യമായ ഒരു നിർദ്ദേശം ഇയാൾക്കെതിരെ വകുപ്പുകളുടെ നടപടി വേണമെന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിട്ടും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ വൈകുന്നത് നിലവിൽ ഈ ഇടുക്കിയിൽ ഇല്ലാത്തത് കൊണ്ടും മറ്റ് വേറെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു സ്റ്റേഷനിലായതുകൊണ്ടും ഉന്നത ഇടപെടൽ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടികളെല്ലാം വൈകുന്നത്. സുബിൻ, 2025 മാർച്ച് മാസത്തിൽ ഇറങ്ങിയ ഉത്തരവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും ഇത്രയധികം മാസങ്ങൾ പിന്നിടുന്നു. 2022-ൽ നടന്ന സംഭവമാണ്. എന്നിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളാൻ എന്തുകൊണ്ടാണ് ഇവർ മടിക്കുന്നത്? ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് അജിൻ ബിലാൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി തവണ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. നടപടി എന്തുകൊണ്ട് വൈകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം കൃത്യമായ ഒരു മറുപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിനുശേഷമാണ് നിലവിൽ നിയമ നടപടികളുമായി തന്നെ മുമ്പോട്ട് പോകാൻ ബിലാൽ തീരുമാനിച്ചത്. തുടർന്നാണ് കോടതിയെ സമീപിക്കുകയും മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനുള്ള മറ്റു നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. 2025 മാർച്ച് മാസമാണ് ഇത്തരത്തിൽ ഈ അജിൻ, ഈ കണ്ണ് അടിച്ചു പൊട്ടിച്ച അജിനെതിരെ വകുപ്പുതല നടപടി വേണമെന്ന ആവശ്യം എന്ന് ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഒരു നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുന്നത്. നിലവിൽ ജില്ലാ പോലീസ് മേധാവി മാറി പുതിയ ഉദ്യോഗസ്ഥനാണ് നിലവിൽ ചാർജ് എടുത്തിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് പഴയ SP ആയിരുന്ന വ്യക്തി ഇത് കാര്യമായി എടുത്തില്ല അല്ലെങ്കിൽ ഗവനിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഇയാൾ ജോലി ചെയ്യുന്നത്, അതായത് അജിൻ ജോലി ചെയ്യുന്നത് മറ്റൊരു സ്റ്റേഷനിലാണ്. അതായത് ഇടുക്കി എയർ ക്യാമ്പിൽ നിന്ന് മാറി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള മറ്റൊരു സ്റ്റേഷനിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആ മേഖലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടൽ ഈ നടപടികളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണമാണ് ഈ ബിലാൽ മുമ്പോട്ട് വയ്ക്കുന്നത്. കൃത്യമായ ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യവും ഏതായാലും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിനിരയാവുകയും കണ്ണിനെ ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. വർഷം 4 പിന്നിടുന്നു. എന്നിട്ടും കൃത്യമായ ഇടപെടൽ നടത്താനോ ഈ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി സ്വീകരിക്കാനോ ഈ വകുപ്പുകളുടെ നടപടി സ്വീകരിക്കാൻ പോരുമോ ഈ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്ത അല്ലെങ്കിൽ വകുപ്പ് തയ്യാറാകാത്തതിൽ കൃത്യമായ ഒരു അമർഷം എന്തായാലും രേഖപ്പെടുത്തേണ്ടതായുണ്ട്. എന്തുകൊണ്ട് ഇത് വൈകുന്നതിന് കൃത്യമായ മറുപടി ഇനി നൽകേണ്ടത് പോലീസാണ്. അത് വരും മണിക്കൂറുകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകാനും കഴിയും. ശരി സുബിൻ, വളരെ ഗുരുതരമായ ഒരു പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചത്. തൻ്റെ കണ്ണ് പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം, വകുപ്പ് തല നടപടിക്ക് നിർദ്ദേശം വന്നു. പക്ഷേ യാതൊരു നടപടിയും കൈക്കൊള്ളാതെ ഇടുക്കിയിലെ എയർ ക്യാമ്പിലെ അജിൻ TD എന്ന ഉദ്യോഗസ്ഥനെ പോലീസ് സേന സംരക്ഷിക്കുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്.